നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ന് കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ഒരു രോഗത്തിനെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ഗൃദ്രോഗം. ഈ ഗൃദ്രോഗത്തിൻ്റെ മൂലകാരണം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗൃദ്രോഗത്തിനെ തടുക്കാനുള്ള ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1960 അമേരിക്കയിൽ 100,000 ജനങ്ങളിൽ 800 പേര് ഗൃദ്രോഗം പിടിപെട്ട് മരിച്ചപ്പോൾ 40 വർഷത്തിന് ശേഷം 2000 അത് 300 കുറഞ്ഞു. അതായത് 70% കുറവാണ് ഗൃദ്രോഗ മരണങ്ങളിൽ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും അതേ കാലയളവിൽ ഇന്ത്യയിൽ ഗൃദ്രോഗത്തിൻ്റെ നിരക്ക് 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അമേരിക്കയിൽ ഗൃദ്രോഗത്തിൻ്റെ തോതിനെ കുറച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കിട്ടിയിട്ടോ അല്ല, ബോധവൽക്കരണത്തിൽ കൂടിയാണ്. ഗൃദ്രോഗത്തിന് കാരണമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്, അതായത് 80% ഗൃദ്രോഗം കണ്ടുവരുന്നത് പുകവലിക്കാരിലോ പ്രമേഹ രോഗികളിലോ അല്ലെങ്കിൽ അധിക രക്തസമ്മർദ്ദം ഉള്ളവരിലോ ആണ്. ഇതിൽ പറയുന്ന പേരാണ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഈ റിസ്ക് ഫാക്ടറിനെ, ഗൃദ്രോഗത്തിന് കാരണമാകുന്ന ഈ 3 റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്തപ്പോൾ 80% ഗൃദ്രോഗ മരണത്തിനാണ് അവിടെ കുറവ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, അമേരിക്കയിലെ എല്ലാ ജനങ്ങളും 50 വയസ്സിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ ബേബി ആസ്പിരിൻ എന്ന് പറയും. ബേബി ആസ്പിരിൻ എന്ന് പറഞ്ഞ ഒരു ആസ്പിരിൻ, രക്തത്തിൻ്റെ കട്ട പിടിപ്പിക്കുന്നത് തടയുന്ന ഒരു മെഡിസിനാണ് ആസ്പിരിൻ. ഒരു ബ്ലഡ് തിന്നർ എന്ന് പറയും. ബേബി ആസ്പിരിൻ എല്ലാ ജനങ്ങളും 50 വയസ്സിന് ശേഷം ഡോക്ടേഴ്സ് രോഗം ഇല്ലെങ്കിലും അവരത് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ബ്ലഡ് തിന്നേഴ്സ് അല്ലെങ്കിൽ രക്തത്തിനെ നേർത്തതാക്കുന്ന ഈ മെഡിസിൻ്റെ പ്രസക്തി? എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് തിന്നറുകൾ കാർഡിയാക് പേഷ്യൻസിന് എഴുതി കൊടുക്കുന്നത്? അപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഊന്നൽ കൊടുക്കാൻ പോകുന്നത്. ഒന്ന്, പ്രകൃതിദത്തമായിട്ട് രക്തത്തിനെ കട്ടുപിടിക്കുന്ന തടയുന്ന 2 നാച്ചുറൽ റെമഡീസും, രണ്ടാമത്തെ എന്താണ് ഗൃദ്രോഗത്തിൻ്റെ മൂലകാരണം എന്നുള്ളതുമാണ്. അപ്പോൾ എന്താണ് ഗൃദ്രോഗം നമുക്ക് കാണാം. നമുക്കറിയാം, ഗൃദ്രോഗം എന്ന് പറഞ്ഞാൽ രക്തക്കൊഴലുകളുടെ ഉള്ളിൽ കൊഴുപ്പടിയുന്ന ഒരവസ്ഥയാണ് ഗൃദ്രോഗം. അത് വളരെ വളരെ സാവകാശം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ച് ഈവൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്, അമ്മ ജങ്ക് ഫുഡ് കഴിച്ചാൽ ഉദരത്തിലുള്ള ശിശുവിൻ്റെ രക്തക്കൊഴലിൽ പോലും ചെറുതായിട്ട് ഈ കൊഴുപ്പടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2, 3, 4, 5 വയസ്സാകുമ്പോൾ 1% ഉള്ളത് 10 വയസ്സാകുമ്പോഴത്തേക്കും 3% ആകും, 20 വയസ്സാകുമ്പോഴത്തേക്കും 30%. അങ്ങനെ ഇത് വളരെ സാവകാശം നടക്കുന്നൊരു പ്രക്രിയയാണ്. അല്ലാതെ ഗൃദ്രോഗമുണ്ടായി മരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ബ്ലോക്ക് ഉണ്ടായത് 50 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കൊണ്ടാണ്, അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അപ്പം നമുക്കിവിടെ കണ്ടു, ഒരു രക്തക്കൊല്ലുകളിൽ 2 രക്തക്കൊല്ലുകൾ കാണാം. അപ്പോൾ രക്തക്കൊല്ലുകളിൽ പയ്യെ കൊഴുപ്പിങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് വികസിപ്പിച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഈ രണ്ടാമത്തെ ഈ പിക്ചറിൽ കാണുന്ന അത്രയും ഒരു തോതിലേക്ക് ഈ രക്തത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ ഹൃദയത്തിലുണ്ടാകുന്ന ഈ ബ്ലോക്ക് വളരെ സാവകാശം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്നതല്ല. പ്രത്യേകിച്ച് ബൊഹാലൂസ ഹാർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റഡിയുണ്ട്. അമേരിക്കയിൽ ശാസ്ത്രജ്ഞന്മാർ നടത്തിയൊരു സ്റ്റഡിയാണ് ബൊഹാലൂസ ഹാർട്ട് സ്റ്റഡി എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റഡിയിൽ നിന്ന് അവർ കണ്ടെത്തിയത്, ടീനേജേഴ്സ്, ആക്സിഡൻറ്റ് പിടിപെട്ട് മരിച്ച അമേരിക്കൻ ടീനേജേഴ്സിൽ 6000 ടീനേജേഴ്സിൻ്റെ രക്തക്കൊല്ലുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 40% പേർക്ക് 50%-ഓളമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതായത് 6000-ൽ ഏകദേശം 2000 ടീനേജേഴ്സ്, ആക്സിഡൻറ്റിൽ മരിച്ച ഈ ടീനേജ് കുട്ടികളിൽ ഏകദേശം 2000 പേരിൽ 50%-ഓളം ബ്ലോക്ക് അവർക്ക് ടീനേജ് ടൈമിൽ തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ പറയുന്നത് വളരെ സാവകാശം നടക്കുന്നൊരു പ്രക്രിയയാണ്. നമുക്കിതിൻ്റെ മെക്കാനിസം എന്തെന്ന് കാണാം. അപ്പോൾ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ടല്ല മരണം സംഭവിക്കുന്നത്. നമുക്കവിടെ കണ്ടു, ആദ്യത്തെ ചെറിയൊരു ബ്ലോക്ക്, ഒരു ചുവപ്പ് നിറം കൊണ്ട് രക്തം ഇങ്ങനെ പൊട്ടുന്ന ചെറിയൊരു ബ്ലോക്ക്, രണ്ടാമത് കുറച്ചും കൂടി വലിപ്പം കൂടിയ ബ്ലോക്ക്. അപ്പോൾ ഈ ബ്ലോക്ക് അടിഞ്ഞ് രക്തക്കൊള്ളുകളെ പ്രവാഹം നിർത്തുന്നതുകൊണ്ടല്ല അറ്റാക്ക് ഉണ്ടാകുന്നത്. യഥാർത്ഥ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് പൊട്ടും, നമ്മുടെ മോക്കുരു ഒക്കെ പോലെ പൊട്ടുന്നത് പോലെ. അപ്പോൾ ഈ മോക്കുരു പൊട്ടുമ്പം അതിൻ്റെ പഴുപ്പ് പുറത്തോട്ട് വരുമല്ലോ, അതേപോലെ ഈ ബ്ലോക്ക് പൊട്ടുമ്പം ഈ ബ്ലോക്കിലുള്ള പഴുപ്പ്, ആ മഞ്ഞ നിറമുള്ള പഴുപ്പ് പുറത്തോട്ട് വരികയും അത് രക്തവുമായിട്ട് സംയോജിക്കപ്പെടുമ്പോൾ രക്തം കട്ട പിടിക്കും, ഒറ്റയടിക്ക് കട്ട പിടിക്കും. ആ രക്തക്കട്ടയാണ് എന്തിനെ തടയുന്നത്? ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തിനെ തടയുന്നത്. അല്ലാതെ ബ്ലോക്ക് കാരണമല്ല മരിക്കുന്നത്. ഈ പൊട്ടിയ ബ്ലോക്കും കൊണ്ടുണ്ടാകുന്ന ഈ വസ്തുക്കൾ
രക്തത്തിൻ്റെ ബ്ലഡിനെ കട്ട പിടിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഹൃദ്രോഗ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അതുകൊണ്ടാണ് പലപ്പോഴും പറയും ചെറിയ ബ്ലോക്കുകളാണ് വലിയ ബ്ലോക്കിനേക്കാളും അപകടകാരി എന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ബ്ലോക്കുകളുണ്ട്. ഒന്ന് അരിമ്പാറ പോലെ കട്ടി കൂടിയ ബ്ലോക്കുകളും, രണ്ടാമത്തത് മോക്കുരു പോലെ വൾണറബിൾ പ്ലാക്ക് എന്ന് പറയും. എപ്പം വേണമെങ്കിലും അത് പൊട്ടാൻ സാധിക്കും. വൾണറബിൾ പ്ലാക്ക് എന്ന് പറയും, ചെറിയ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ സൈസിനേക്കാളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകം അതിൻ്റെ വൾണറബിലിറ്റിയാണ്. അപ്പോൾ ഈ ചെറിയ ബ്ലോക്ക് അതിൻ്റെ കട്ടി കുറവാണെങ്കിൽ പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഈ ബ്ലോക്ക് കാരണമല്ല ഹൃദ്രോഗം ഉണ്ടാകുന്നത്. എന്താണ്? ബ്ലോക്ക് പൊട്ടി ഈ ബ്ലോക്കിനുള്ളിലുള്ള പഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോളും പഴുപ്പും രക്തത്തിലേക്ക് സംയോജിക്കപ്പെടുമ്പോൾ രക്തം കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഹൃദ്രോഗികൾക്ക് ആസ്പിരിനും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻ കൊടുക്കുന്നത്. അവർക്കത് പൊട്ടലുണ്ടാകാം, ചിലപ്പോൾ അറ്റാക്ക് വരാം, പക്ഷേ രക്തം കട്ട പിടിച്ചിരിക്കും എന്ത് പറ്റില്ല? മരണം സംഭവിക്കത്തില്ല. ഇപ്പോൾ പറയുന്ന ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് അമേരിക്കയിൽ 50 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ ബേബി ആസ്പിരിൻ ദിവസേന കഴിക്കാനുള്ള ഒരു പ്രധാന കാരണം. അത് ഡെഫിനറ്റായിട്ട് ഈ ബേബി ആസ്പിരിൻ അവിടുത്തെ ഹൃദ്രോഗത്തിൻ്റെ തോത് വളരെയധികമായിട്ട് കുറച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മെക്കാനിസം എന്ന് പറഞ്ഞാൽ രക്തക്കട്ടയാണ്, ദ ത്രോംബസ് എന്ന് പറയും. രക്തത്തിൻ്റെ കട്ടയാണ് അറ്റാക്ക് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഈ ബ്ലോക്കല്ല അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു സത്യം ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. നാച്ചുറലായിട്ടുള്ള ബ്ലഡ് തിന്നേഴ്സ് ഉണ്ടോ? രക്തത്തിനെ കട്ട പിടിക്കുന്നത് തടയുന്ന നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? 2 പ്രകൃതിദത്തമായിട്ടുള്ള ഉപാധികളാണ് ഞാനിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, നമ്പർ 1, ആൻറ്റി ക്ലോട്ടിങ് ദ ബ്ലഡ് തിന്നർ ഈസ് നമ്മുടെ സമുദ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. മത്തിയിലും അയലയിലും കാണുന്ന ഒരു മിറക്കിൾ ഫാറ്റ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. 2 തരത്തിലുള്ള ഒമേഗ 3 ഉണ്ട്. ഫ്ലാക്സീഡിലുള്ളതുണ്ട്, അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള മറൈൻ ഫുഡിലുള്ളത്, മത്സ്യത്തിലുള്ള ഒമേഗ 3 ഉണ്ട്. അപ്പോൾ ഈ മത്സ്യത്തിലുള്ള ഒമേഗ 3 ആണ് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളത്. ഫ്ലാക്സീഡിലുള്ള ഒമേഗ 3 ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും, ഷോർട്ട് ചെയിൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അത് ബ്ലഡ് കട്ട പിടിക്കുന്നതിനെ തടയാൻ സാധിക്കത്തില്ല. ഐക്കോസ പെൻറ്റനോയിക് ആസിഡ് എന്ന് പറയും, EPA ആൻഡ് DHA. അത് മത്തിയിലുള്ള ഈ മീനെണ്ണയിലുള്ള 2 കൊഴുപ്പുകളാണ്. ഏതൊക്കെയാണ്? EPA ആൻഡ് DHA. ഐക്കോസ പെൻറ്റനോയിക് ആസിഡ് ആൻഡ് ഡോക്കോസ ഹെക്സനോയിക് ആസിഡ് എന്ന് പറയുന്ന ഈ 2 കൊഴുപ്പുകൾ, മത്തിയിലും മത്സ്യത്തിലുമുള്ള ഈ 2 കൊഴുപ്പുകളാണ് നമ്പർ 1 നാച്ചുറൽ ബ്ലഡ് തിന്നർ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ രക്തത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള എസ്ക്യൂമോസിന് ഇന്നേ വരെ ഹൃദ്രോഗം ഉണ്ടായിട്ടില്ല. അവരുടെ ഹൃദയമാണ് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹാർട്ട്. അപ്പോൾ EPA DHA, ഐക്കോസ പെൻറ്റനോയിക് ആസിഡ് ആൻഡ് ഡോക്കോസ ഹെക്സനോയിക് ആസിഡ്, അത് ആസ്പിരിനൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ആസ്പിരിൻ ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ രക്തത്തിനെ കട്ട പിടിക്കുന്ന ഒരു ഘടകമുണ്ട്. അതിനെ കട്ട പിടിക്കുന്നതിനെ തടയുകയാണ് ആസ്പിരിൻ ചെയ്യുന്നത്. അതുപോലെ നാച്ചുറലായിട്ട് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അഗ്രിഗേഷനെ അല്ലെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റ് കൂടി പിടിക്കുന്നതിനെ തടയുന്ന നാച്ചുറലായിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഐക്കോസ പെൻറ്റനോയിക് ആസിഡ് ആൻഡ് ഡൊക്കോസ ഹെക്സനോയിക് ആസിഡ്, EPA ആൻഡ് DHA ഫൗണ്ട് ഇൻ ഫിഷ് ഓയിൽ. അതായത് നമുക്ക് നോക്കാം, ഒരു സ്റ്റഡി കാണാം, വേരിയബിൾ ഹൈപ്പോകൊയാഗുലൻ്റ് എഫക്റ്റ് ഓഫ് ഫിഷ് ഓയിൽ ഇൻടേക്ക് ഇൻ ഹ്യൂമൻ, മോഡുലേഷൻ ഓഫ് ഫൈബ്രിനോജൻ ലെവൽ ആൻഡ് ത്രോംബിൻ ജനറേഷൻ. അതിൻ്റെ അർത്ഥം അല്ല, ഹൈപ്പോകൊയാഗുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയെ സ്ലോ ഡൗൺ ചെയ്യുന്ന, മന്ദീഭവിക്കുന്ന എഫക്റ്റ് ഫിഷ് ഓയിലുണ്ടെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രക്തത്തിനെ കട്ട പിടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് രക്തത്തിൽ, ഒരു രാസവസ്തുവാണ്, അതിൻ്റെ പേരാണ് ഫൈബ്രിനോജൻ എന്ന് പറയും. അതുപോലെ തന്നെ ത്രോംബിൻ ജനറേഷൻ, ഈ രക്തക്കട്ടയ്ക്ക് പറയുന്ന പേരാണ് ത്രോംബിൻ. അപ്പോൾ ഈ രക്തത്തിനെ കട്ട പിടിക്കുന്ന ഫൈബ്രിനോജനെ കുറച്ച് രക്തത്തിൻ്റെ കട്ടയുടെ ഉണ്ടാകുന്ന സമയത്തിനെ കുറയ്ക്കാൻ ഫിഷ് ഓയിലിന് സാധിക്കും. അപ്പം അതിൻ്റെ അർത്ഥം ഇത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനിലാണ്. അപ്പോൾ ഇതൊരു നാച്ചുറൽ ബ്ലഡ് തിന്നർ ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ ഇനി പറഞ്ഞിരിക്കുന്ന സ്റ്റഡി, ഇൻഹിബിഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ബൈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇൻ ജെൻഡർ സ്പെസിഫിക് റീഡിഫൈനിങ് പ്ലേറ്റ്ലെറ്റ് റെസ്പോൺസ് ടു ഫിഷ് ഓയിൽ. പ്ലേറ്റ്ലെറ്റ് നമുക്കറിയാം, രക്തം കട്ടപിടിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ് രക്തത്തിലുള്ളത്. അതുകൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ്, ഡെങ്കു ഫീവർ സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറയുമ്പം രക്തം കട്ടപിടിക്കാതെ ബ്ലീഡിങ് കൂടാനുള്ളൊരു കാരണം. അപ്പോൾ ഈ ഫിഷ് ഓയിൽ എന്താണ് ചെയ്യുന്നത്? ഈ പ്ലേറ്റ്ലെറ്റിനെ കട്ട പിടിക്കുന്ന ആ പ്രക്രിയനെ നിയന്ത്രിക്കാൻ ഒമേഗ 3 ഫാറ്റി ആസിഡിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അൺവാണ്ടഡ് ആയിട്ട് ആവശ്യമില്ലാതെ രക്തം കട്ട പിടിക്കുന്ന ചാൻസിനെ കുറയ്ക്കുകയും ഹൃദ്രോഗം വരാനുള്ള ആ അവസ്ഥയെ വളരെയധികം കൺട്രോൾ ചെയ്യാനും ഈ ഒമേഗ 3 ഫിഷ് ഓയിലിന് സാധിക്കും. നമുക്കൊരു സ്റ്റഡി കൂടെ കാണാം. അമേരിക്കൻ ജേണലിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു സ്റ്റഡിയാണ്, ജേണൽ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി. ജേണൽ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി പബ്ലിഷ് ചെയ്ത സ്റ്റഡിയാണ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്പിരിൻ റെസിസ്റ്റൻസ് പേഷ്യൻസ് വിത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് വെർസസ് ആസ്പിരിൻ ഡോസസ് എസ്കലേഷൻ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്പിരിൻ റെസിസ്റ്റൻറ്റ് പേഷ്യൻസ് വിത്ത്
omega-3 fatty acid versus aspirin dose escalation എന്നാണ് ജേണൽ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റഡിയുടെ അർത്ഥം, അതായത് ചില ആൾക്കാരിൽ ആസ്പിരിൻ കൊടുത്താൽ അവരുടെ ശരീരത്തിൽ അത് ഏക്കത്തില്ല, എത്ര കൂട്ടിക്കൊടുത്താലും ആസ്പിരിൻ വർക്ക് ചെയ്യത്തില്ല. ചില ആൾക്കാർ, നമുക്കൊരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ പോലെ ആസ്പിരിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ചുരുങ്ങിയ ചില ആൾക്കാരിൽ. അപ്പോൾ ഈ ആസ്പിരിൻ റെസിസ്റ്റൻസ് ഉള്ള പേഷ്യൻസ്, ആസ്പിരിൻ കഴിച്ചിട്ട് റെസിസ്റ്റൻസ് ഉള്ള പേഷ്യൻസിന് ബദലായിട്ട് അമേരിക്കൻ കാർഡിയോളജി അസോസിയേഷനിലെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് omega-3 ഫാറ്റി ആസിഡാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആസ്പിരിൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സിനും വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു നാച്ചുറൽ ബ്ലഡ് തിന്നറാണ്. അപ്പോൾ രോഗം വന്നതിന് ശേഷം ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ കാണും, നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് എന്താണ് പറയുന്നത് അതുപോലെ തന്നെ കേൾക്കണം. പക്ഷേ ഞാൻ ഈ പറയുന്നതെല്ലാം രോഗം വരാതിരിക്കാനുള്ള മാർഗ്ഗമാണ്. രോഗം വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഹൃദ്രോഗത്തിന് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതെല്ലാം വർഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു 20 വയസ്സ് 25 വയസ്സ് തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ 50 വയസ്സാകുമ്പോൾ 60 വയസ്സാകുമ്പം നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യം വരത്തില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് പറയുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിന് അടുത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ രണ്ടാമത്തെ എൻ്റെ ഫേവററ്റ് നാച്ചുറൽ ബ്ലഡ് തിന്നർ ഗാർലിക്കാണ്. എഫക്റ്റ് ഓഫ് ഗാർലിക് ഓൺ ഗാർലിക്കാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി നമുക്കറിയാം, പല പല കമ്മ്യൂണിറ്റികളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളും, ചൈനീസ് മെഡിസിനിലും അല്ലെങ്കിൽ കൊറിയൻ മെഡിസിനിലും വെസ്റ്റേൺ മെഡിസിൻസിലൊക്കെ ട്രഡീഷണൽ മെഡിസിൻസിലുള്ള ഒരു പ്രധാന ഘടകമാണ് ഗാർലിക്ക്. ഗാർലിക്കിനകത്ത് ആയിരക്കണക്കിന് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ ചില കോമ്പൗണ്ട്സ്, നാച്ചുറൽ മോളിക്യൂൾസ് ബ്ലഡ് ക്ലോട്ട് ആകുന്നത് തടയാൻ സാധിക്കും. നമുക്കൊരു സ്റ്റഡി കാണാം, അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി കാണാം. എഫക്റ്റ് ഓഫ് ഗാർലിക് ഓൺ സീറം ലിപ്പിഡ്സ്, കൊയാഗുബിലിറ്റി ആൻഡ് ഫിബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി ഓഫ് ബ്ലഡ്. ഈ സ്റ്റഡിയുടെ അർത്ഥം പറഞ്ഞു, റിസൾട്ട് സജസ്റ്റ് ദാറ്റ് ദ അഡീഷൻ ഓഫ് ഗാർലിക് ഇൻ ഡയറ്റ് റിസൾട്ടഡ് ഇൻ സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ലെവൽ ഇൻ സീറം ട്രൈഗ്ലിസറൈഡ് ലെവൽ, ഇൻക്രീസ് ഇൻ ഫിബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി ഓഫ് ബ്ലഡ് ഇൻ 3 weeks. അപ്പോൾ ഈ സ്റ്റഡിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3 ആഴ്ച കൊണ്ട് ഗാർലിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സ് കുറയുകയും, ലിപ്പിഡ്സ് രക്തത്തിലുള്ള ഒരു കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്സ് കുറയുകയും, അതേപോലെ ഫിബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി, നമ്മുടെ രക്തക്കൊള്ളി കട്ട പിടിച്ച് കിടക്കുന്ന ഈ അശുദ്ധ രക്തത്തിനെ അലിയിപ്പിക്കാൻ വേണ്ടി ഫിബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും, അതിനുള്ള ഘടകങ്ങളും ഗാർലിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് രക്തത്തിൻ്റെ നേർത്തതാക്കുന്ന ഘടകങ്ങളും രക്തത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്ന ഘടകങ്ങളും ഗാർലിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അത് 3 ആഴ്ച കൊണ്ട് ഗാർലിക്ക് കഴിച്ചപ്പോഴാണ് ഈ വ്യതിയാനങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചത്. അടുത്തത് അതേപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ വന്നൊരു സ്റ്റഡിയാണ് ഗാർലിക് ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസീസ്, എ ക്രിട്ടിക്കൽ റിവ്യൂ. ഗാർലിക്ക് ഹൃദ്രോഗത്തിന് കാരണമായിട്ടുള്ള പല റിസ്ക് ഫാക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഈ സ്റ്റഡിയുടെ അർത്ഥം പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാം കേട്ടോ. ഈ സ്റ്റഡീസ് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട. ഈ സ്റ്റഡിയുടെ മുഴുവൻ സ്റ്റഡീസും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റഡീസ് എല്ലാം പറയുന്നു ഗാർലിക്കും omega-3 ഫാറ്റി ആസിഡ്സും രണ്ടും ഒരു ഇൻക്രെഡിബിൾ നാച്ചുറൽ മോളിക്യൂൾസാണ്. അപ്പോൾ എത്രത്തോളമാണ് നമ്മൾ കഴിക്കേണ്ടത്? omega-3 ഫാറ്റി ആസിഡ് ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നത് ഒരു 1 gram പെർ ഡേ പ്രിവെൻറ്റ് ചെയ്യാൻ. ഡിസീസ് ഉള്ളവർക്കാണെങ്കിൽ 2 gram ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗാർലിക് ഒരു 3 ഗാർലിക്ക് തേനിൽ സോക്ക് ചെയ്ത് വെക്കുക, രാവിലെ വെറും വയറ്റിൽ കഴിക്കുക, ഒരു 3 ഗാർലിക് പെർ ഡേ. ഈ 3 ഗാർലിക്കും കൊണ്ട് വളരെ അധികമായിട്ട് നമുക്ക് ബെനിഫിറ്റാണ്. ഇതൊരു നാച്ചുറൽ ആസ്പിരിനാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സാധിക്കും. രക്തത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മത്സ്യം ഏകദേശം നമുക്കൊരു 200 gram 250 gram മത്തി വേവിച്ച് കഴിച്ചാൽ, പൊരിച്ച് കഴിച്ചാൽ ഈ omega-3 നഷ്ടപ്പെട്ടു പോകും. വേവിച്ച് കഴിച്ചാൽ ഏകദേശം 1 gram omega-3 നമുക്ക് ലഭിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ, നമ്മുടെ സമുദ്രം ഹൈലി പൊല്യൂട്ടഡ് ആയതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ കോസ്റ്റ് സൈഡിൽ പിടിക്കുന്ന ഫിഷിൻ്റെ omega-3 കണ്ടൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് സപ്ലിമെൻറ്റും നല്ലൊരു ഓപ്ഷനാണ് ഫിഷ് ഓയിലിൻ്റെ. ഇനി വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.